ഹലോ നമസ്കാരം. ഇവിടെ ഞാൻ ഹാജർ വെച്ചിട്ടുണ്ട്, ശാലിനി. അതെ, ഒരു സിനിമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ 2 വട്ടം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ 2ാം വട്ടം ചിന്തിക്കുന്നതിന് ഒരു കാരണം ഉണ്ടാവും. ഇപ്പൊ തന്നെ നാട്ടിലെ ആന, അല്ലെ കാട്ടിലെ സിംഹം, മരുഭൂമിയിലെ ഒട്ടകം എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ സർപ്രൈസ് ഒന്നും തോന്നില്ല. നേരെ മറിച്ച് മരുഭൂമിയിലെ ആന എന്ന് കേൾക്കുമ്പോൾ അതെന്തപ്പോ അങ്ങനെ എന്നൊരു തോന്നലുണ്ടാവാം, സ്വാഭാവികം. എന്നാൽ ഈ ഒരു സംശയം കൂടി തീർത്തു തരാനാണ് ഇന്ന് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ് വന്നേക്കുന്നത്. അതും ഒരാളല്ല, 2 പേര്. മിസ്റ്റർ കൃഷ്ണശങ്കർ ആൻഡ് ബാലു വർഗീസ്, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു സോ മച്ച്. അതെ, ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കൂട്ടത്തില് 2 പേരിലും ആരാണ് കുറച്ച് കൂടുതൽ അലമ്പ് കാണിക്കാറ്? ബാലു. എന്നെ കാണാൻ അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും എന്നെ അടുത്തറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വളരെ നിഷ്കളങ്കനും വളരെ നല്ല സ്വഭാവമുള്ള ഒരു പാവം പയ്യനുമാണെന്ന്. ഇതില് ആരാ തമ്മിൽ ഭേദം? തൊമ്മെന്നൊക്കെ പറയുമല്ലോ പാവമായിട്ട്. ഞാനായിരിക്കും സ്വാഭാവികമായിട്ടും. ഞാനാ സത്യം പറയട്ടെ, മുഖം കണ്ടു കഴിഞ്ഞാൽ കിച്ചുവിനെ തോന്നുള്ളൂ കേട്ടോ. അതാണ് ഞാൻ എന്താ വിളിക്കണ്ടേ? ഈ കൃഷ്ണശങ്കർ എന്ന് വിളിക്കാൻ വലിയ ബുദ്ധിമുട്ട്. കൃഷ്ണശങ്കർ എല്ലാവരും മാറിപ്പോണ്ട്. കൃഷ്ണകുമാർ, കൃഷ്ണപ്രസാദ്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. കിച്ചു എന്ന് വിളിക്കണം സേഫ്, പെട്ടെന്ന് തെറ്റിപ്പോയില്ല. എല്ലാരും കിച്ചു എന്ന് വിളിക്കണേ? ഏകദേശം എല്ലാവരും കിച്ചു എന്ന് വിളിക്കണം. ഞാനിങ്ങനെ ചോദിക്കാൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ചെയ്ത ക്യാരക്ടേഴ്സ്, എല്ലാ സിനിമകളിലും ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ 2 ആളും കേട്ടോ, ഒരാൾ മോശമൊന്നുമല്ല, 2 ആളും അത്യാവശ്യം അലമ്പ് ക്യാരക്ടറാണ്. അതായത് നാട്ടുകാരുടെ നിന്നൊക്കെ തല്ലുകൊള്ളുന്ന അങ്ങനത്തെ ക്യാരക്ടർ നോക്കിയെടുക്കണതാണോ ഈ ഡയറക്ടേഴ്സ് ഒക്കെ? ഒരു റോള് തീരുമാനിക്കുമ്പോൾ കൂട്ടത്തിൽ ആരാ കാണാൻ ഇത്തിരി അലമ്പ് സ്വഭാവമുള്ളത്, അല്ലെങ്കിൽ മുഖത്ത് ആ കള്ളലക്ഷണമുള്ള ആരാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ കാസ്റ്റ് ചെയ്യണേ? ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ എനിക്ക് വന്ന ക്യാരക്ടേഴ്സും അത്യാവശ്യം അലമ്പ് പരിപാടികളൊക്കെ കൂടെ ചെയ്തു പോകുന്ന ഒരാളായിട്ടാണ്. സ്വയം തോന്നിയിട്ടുണ്ടോ ഇതിൽ നിന്നൊരു മോചനം കിട്ടിയിരുന്നെങ്കിൽ? കിച്ചു പറയട്ടെ. അല്ല, ഇത് ചെയ്യുന്ന സംഭവം, അതായത് എന്ത് സംഭവം ചെയ്താലും ആൾക്കാർക്ക് ഇഷ്ടമാവുക എന്ന് പറഞ്ഞൊരു സംഭവമാണല്ലോ. ഈ ഇതിലെ കാസ്റ്റിംഗ് തന്നെ വൈവി രാജേഷ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു സുഗു എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു ഇത്തിരി നിഷ്കളങ്കതയൊക്കെ വേണം, അതുകൊണ്ടാണ് നിന്നെ അഭിനയിപ്പിച്ചേ എന്നാണ് പറയുന്നത്. കേൾക്കുന്നത്. അപ്പൊ എങ്ങനെയാന്ന് അറിയില്ല. മുഖത്ത് മാത്രമേ ഉള്ളൂ ആ നിഷ്കളങ്കത, ബാക്കിയെല്ലാം ഫുൾ കളങ്കതയാണ്. ഫാൻസ് കൂടുതൽ മുതിർന്നവരാണോ അതോ? അല്ല, ഈ മരുഭൂമിയിൽ അങ്ങനെ കുറെ കുട്ടികളുണ്ട്. മീൻസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് പറഞ്ഞ കുറെ ചിടുങ്ങൾ. തിയേറ്ററിൽ പോകുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവരാണ് ഈ ക്യാരക്ടറിന്റെ പേര് വിളിക്കുന്നത്, സുഗു എന്ന് വിളിക്കുന്നത്. ബാക്കി ഇപ്പൊ ഏകദേശം നമ്മുടെ ഒക്കെ ഒരു ഏജ് ഉള്ളവർ ഇപ്പോഴും കോയാന്ന് തന്നെ വിളിക്കാം. സത്യം കേട്ടോ, ആ ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കുന്നത്. ഇവിടെ അംബ്രോസ് ആയിരിക്കോ? ഇവിടെ എന്നെ പിന്നെ അത് കുറെ കാലമായി ഫുൾ മച്ചാൻ, ഇവനെ കംപ്ലീറ്റ് മച്ചാൻ അല്ലെങ്കിൽ ബ്രോ. മലപ്പുറത്ത് പോയാലും ബ്രോ ബ്രോ ബ്രോ, അത് ഇവനെ ആയിരിക്കുള്ളൂ, ഉറപ്പാണത്. നമ്മള് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കിച്ചുവിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് ആരാ? ഐ മീൻ ഫാൻസ് ആയിട്ട് വരുന്നത് ഇതുവരെ ആമ്പിള്ളാര്, അവന്മാരെയാണല്ലോ കാണുന്നത്. നമ്മളെ കാണുമ്പോഴത്തേനും ഓടി ഒന്ന് സെൽഫി എടുക്കുന്നവരാണ്. പെൺകുട്ടികൾ ഇങ്ങനെ ഇത് കോയല്ലേ കോയ എന്ന് പറയുമ്പോൾ നമ്മൾ പോയിട്ടുണ്ടാവുമല്ലോ. നല്ല ഫേസ്ബുക്കിലൊക്കെ വരില്ലേ? ാണ് സത്യത്തിൽ ഈ FB അങ്ങനെ അതിലൊക്കെ ഞാൻ വളരെ കുറവാണ്. കാര്യം അതാണ് എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്റെ ഏറ്റവും വലിയ പരാതി. നീ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കുറെ പഴികൾ ഞാൻ കേൾക്കാറുണ്ട്. അല്ല, നമ്പർ ഒന്നും ആർക്കും അറിയില്ല, ഫാൻസിനൊന്നും ഇല്ല. അവൻ പാവ, പച്ചവെള്ളം കൂടി അവനിപ്പോ ചവച്ചായി കുടിക്കാറുള്ളൂ ഈ ഇടയായിട്ട്. അവന് നല്ല ഇമേജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനങ്ങളാണ് അതൊക്കെ. എന്താ അലമ്പാണ് ഇവനോട്. മരുഭൂമിയിലെ ആന എന്ന് പറഞ്ഞ സിനിമയുടെ പേരിനെ കുറിച്ച് അത് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ സ്പോട്ട്ലൈറ്റ് തുടങ്ങിയതും. മരുഭൂമിയിലെ ആന എന്ന് പറഞ്ഞ ബിജുവേട്ടന്റെ ക്യാരക്ടറാണ്. ആള് ഷെയ്ഖാണ്, പകുതി മലയാളി പകുതി ഷെയ്ഖ്. അതുകൊണ്ടാണ് മരുഭൂമിയും ആനയും വെച്ചത്. അങ്ങനെയാണോ മനസ്സിലാക്കി തന്നത്? അങ്ങനെയാണ് വൈവി രാജേഷിന്റെ മനസ്സിലാക്കൽ. എഴുത്തുകാരന്റെ മനസ്സിലുള്ള ഒരു സംഭവം അതാണ്. ഇപ്പൊ ആ പേരിട്ടപ്പോഴും അവരുടെ മനസ്സിലുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ കൂടാതെ നമ്മളിപ്പോ പുതിയൊരു ന്യായം ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും നമ്മുടെ അടുത്ത് എന്തുകൊണ്ട് മരുഭൂമിയിലെ ആന, എന്തുകൊണ്ട് മരുഭൂമിയിലെ ആന, മരുഭൂമിയിലെ ഒട്ടകം എന്നോ മരുഭൂമിയിലെ മണൽ എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരും ചിലപ്പോ എന്താണ് ചോദിക്കാൻ വേണ്ടിട്ടതാണ്. അല്ല, നിങ്ങളാരും ചോദിച്ചൊന്നുമില്ല ഇതെന്താ ഇങ്ങനെ ഒരു പേര്? നമ്മള് ചോദിക്കുമ്പോ ഇങ്ങനെ വളരെ ഇന്റലക്ച്വലിനെ പോലെ ഭാവിച്ചുകൊണ്ട് മിസ്റ്റർ വൈവി രാജേഷ് നമ്മുടെ മീശ വിരിച്ചുകൊണ്ടൊക്കെ പറയുമ്പോ, എടാ അത് മരുഭൂമിയിലേക്ക് നമ്മളുടെ നാട്ടിൽ നിന്ന് പോയിരുന്ന പണ്ട് തടി പിടിക്കാൻ പോയ കുറെ ആനകളാണ് മലയാളികൾ. അങ്ങനത്തെ കുറെ തടിയാണ് ഇന്നത്തെ അവിടുത്തെ മഹാഭാഗ്യങ്ങൾ, അതുകൊണ്ടാണെന്നൊക്കെ ഒന്നും മനസ്സിലായില്ല. നമ്മളിപ്പോ ശരി ഞാനൊന്നും ചോദിച്ചില്ല, നിങ്ങളൊന്നും കേട്ടില്ല. എത്ര പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു? ഇത് ഒറ്റ തവണ ചോദിച്ചുള്ളൂ ഞാനൊരു 2 തവണ ചോദിച്ചായിരുന്നു. പക്ഷെ 2 തവണ ഈ സെയിം ഉത്തരം തന്നെ പല രീതിയിൽ എന്റെ അടുത്ത് പറഞ്ഞു തന്നു. പല ഭാവത്തിൽ പല ടൈപ്പിൽ മീശ പിരിച്ചുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞു തന്നു. ഞാനിപ്പോ ഓക്കെ, ഞാൻ കൺവിൻസ്ഡ് ആവലെ അഭിനയിച്ചു. നിങ്ങളോട് 2 പേരോടും ആരൊക്കെ ചോദിച്ചിട്ടുണ്ട്? ഞാൻ ചോദിച്ചു. നമ്മളുടെ അടുത്ത് ആക്ച്വലി പോകുന്ന എല്ലാ ഇന്റർവ്യൂയിലും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം വരുന്നു കേട്ടോ, എന്തുകൊണ്ടാണ്. അങ്ങനെയാണ് അവസാനം ഞങ്ങൾ തന്നെ ഈ ഉത്തരം കണ്ടെത്തിയത്. മരുഭൂമിയിൽ ഒട്ടകം എന്ന് പറഞ്ഞ ഈ ചോദ്യം ചോദിക്കുമല്ലോ, അതുകൊണ്ടാണ് മരുഭൂമിയിൽ ആന എന്ന് പറഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ടാണ് ആലോചിച്ചുറപ്പിച്ച് 2 പേരും കൂടി മുന്നേ വന്നതാണല്ലോ ഉത്തരവായിട്ട്. ഈ ഒരു പടത്തില്
അറിഞ്ഞതാണ് നിങ്ങൾ ഒരുപാട് സിനിമാ തിയേറ്ററിലൊക്കെ പോയിട്ട് അവിടുത്തെ ആൾക്കാരുടെ ജനങ്ങളുടെ സ്നേഹവും ഇഷ്ടമൊക്കെ പിടിച്ചു പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പെരിന്തൽമണ്ണയിൽ ഒരു തിയേറ്ററിൽ പോയിട്ട് അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് കൊടുക്കാൻ നിന്നല്ലേ? തിയേറ്റർ വിസിറ്റിന് പോയതാണ്. അപ്പൊ അവരുടെ ആ തിയേറ്ററിന്റെ ഓണേഴ്സിന്റെ ഒക്കെ ഒരു ഇത് കാരണം നമ്മളൊന്ന് ടിക്കറ്റ് കൊടുക്കാൻ നിൽക്കുക, ആദ്യത്തെ 2-3 ടിക്കറ്റ് നിങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ചെന്നു. ആൾക്കാർ അതുകൊണ്ട് വളരെ ഹാപ്പി ആയിരുന്നു. സർപ്രൈസ് ആയിരുന്നു. അവരുടെ ഒരു കൗണ്ടർ ഇങ്ങനെ തുറക്കണ പോലെയൊക്കെ ആയിരുന്നു. അപ്പൊ വൺ എൻട്രി ബിൽട്ടപ്പിലേക്ക് ആയിരുന്നു. ഒരു മിനിറ്റ് എല്ലാവർക്കും ഒരു സംഭവം ഉണ്ട്, ടിക്കറ്റ് എടുത്തോളൂ, തുറക്കാൻ പോവാണ്. തുറന്ന് നമ്മൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. രണ്ടുപേരും ആ കൂടിനുള്ളിൽ കാണുമോ? പിന്നെ വലിയ കൂടായിരുന്നു, ചെറിയ കൂടായിരുന്നു. ഫോട്ടോ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ വിശ്വസിച്ചു. എന്തായിരുന്നു എക്സ്പ്രഷൻ പറയാം ആൾക്കാരുടെ? ചിലവര് ടിക്കറ്റ് വാങ്ങിച്ചാണ് വീണ്ടും നോക്കുന്നത്. ഫസ്റ്റ് മനസ്സിലാവില്ല അങ്ങനെ 2 ടിക്കറ്റ്. പിന്നെ അധികം എക്സ്പ്രഷൻ ഒന്നും കാണാൻ കുറെ നേരം ഫോട്ടോ എടുപ്പും പരിപാടികളൊക്കെ തന്നെയായിരുന്നു. ആൾക്കാർ ടിക്കറ്റ് എടുക്കണതിന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് പോകുന്ന പരിപാടികളായിരുന്നു. രസമായിരുന്നു. നമ്മളെന്തായാലും എൻജോയ് ചെയ്തു. നമുക്ക് ആക്ച്വലി സിനിമയിലൊക്കെ അഭിനയിച്ചത് ആൾക്കാർ കാണാനും ആൾക്കാർ നമ്മുടെ അടുത്തുള്ള ഒരു സ്നേഹം കാണിക്കുന്നത് കാണാനും എല്ലാം വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ കേട്ടോ. മിക്ക ആൾക്കാർ അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. മിക്ക ആൾക്കാർക്കും അത്യാവശ്യം ഇഷ്ടം തന്നെയാണ് ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നതും സംസാരിക്കുന്നതും പടം കണ്ടവർ പറയുന്നതും. അപ്പോൾ ഇങ്ങനെ ആൾക്കാരെല്ലാവരും ഭയങ്കര സന്തോഷമൊക്കെ കാണിക്കേണ്ട എല്ലാം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. എത്ര ടിക്കറ്റ് കൊടുത്തു? ഒരു ഹൗസ് ഫുൾ ആണെന്ന് പറയുകയും വേണമല്ലോ. നമ്മൾ ആക്ച്വലി കുറച്ച് ടിക്കറ്റ് കൊടുത്തുള്ളൂ. കുറച്ച് ടിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മളെല്ലാം ഇറങ്ങി. കാര്യം പൈസ എണ്ണൽ പരിപാടികൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇങ്ങോട്ട് കുറെ പൈസ വരുന്നു. പിന്നെ ഇവനങ്ങനെ കൂടുതൽ കണക്ക് കൂട്ടാറില്ല. അപ്പൊ എല്ലാം ഇവനങ്ങനെ ശരിക്കും കിച്ചുവിന് വരെയൊക്കെ അറിയില്ല. അത് കാരണം ഞാൻ തന്നെ നിന്ന് ഇങ്ങനെ ചെയ്തു കൊടുക്കണോണ്ട് കയ്യന്റെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി ബാക്കിയുള്ളവർ അവര് കൊടുത്തു. ഞങ്ങൾ സ്കൂട്ടായി. ബാലു വർഗീസിന് മലയാള സിനിമ അറിഞ്ഞു തുടങ്ങിയത് ഹണീബിയിലെ അംബ്രോസ് എന്ന ക്യാരക്ടറിലൂടെ ആയിരിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ മുന്നേ വേറൊരു ക്യാരക്ടറിലൂടെ അല്ലേ, ഒരു കുഞ്ഞു ക്യാരക്ടറിലൂടെ അല്ലേ വന്നത്? ചാന്തുപോട്ടിലെ യങ്ങർ കുമാരനായിട്ട്. നിങ്ങളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നു. ഈ കുട്ടിക്ക് എല്ലാം അറിയാം. കറക്റ്റാണ്. ഞാൻ ആദ്യം ചെയ്തത് ചാന്തുപോട്ടിലാണ്. ചാന്തുപോട്ടില് ഇന്ദ്രജിത്തിന്റെ ചെറുപ്പമായിരുന്നു. ഇന്ദ്രയുടെ ചെറുപ്പം കുംഭകുമാരൻ എന്ന ക്യാരക്ടറായിരുന്നു. അത് കഴിഞ്ഞ് അറബിക്കഥയില് ചെയ്തു, ശ്രീനിയുടെ ചെറുപ്പം ചെയ്തു, പിന്നെ തലപ്പാവ്, മാണിക്കക്കല്ല്, അങ്ങനെ കുറച്ച് പടങ്ങൾ അങ്ങനെ ചെയ്തു തന്നു. അപ്പം അതെല്ലാം സ്കൂൾ കാലഘട്ടമൊക്കെയാണ്. സ്കൂളിൽ കോളേജൊക്കെ കയറിയപ്പോഴാണ് ഞാൻ മാണിക്കക്കല്ല് കോളേജ് ഫസ്റ്റ് ഇയർ ആയിരുന്നു. അത് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞപ്പോഴാണ് ഹണീബിയിൽ ചെയ്തത്. പിന്നെ അങ്ങനെ പറയാം. ഈ സ്കൂൾ കോളേജ് പ്രശ്നമില്ലല്ലോ. എനിക്ക് കോളേജിൽ അത്യാവശ്യം ക്ലാസ് പോയിരിക്കുന്നതിനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. കോളേജിൽ നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡന്റ് ആയിരുന്നു. നോക്കണ്ട കിച്ചു, ഞാൻ പഠിക്കുന്നില്ല. നോക്കണ്ട. അപ്പൊ കോളേജ് കഴിഞ്ഞ പിന്നെ ഹണീബി കഴിഞ്ഞതോടെ അത്യാവശ്യം പടങ്ങൾ വന്നു തുടങ്ങി. പിന്നെ ഇങ്ങനെ ഇവിടം വരെ മരുഭൂമിയിലാന വരെ വന്ന് നിൽക്കണു. ഡയറക്ടർ ലാല് അമ്മാവനല്ലേ? അതെ. അപ്പൊ അമ്മാവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സിനിമയിൽ കയറാൻ താല്പര്യമൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ പണ്ട് ഭയങ്കര ഷൈ ആയിരുന്നു. ഞാൻ കുറച്ച് ആൾക്കാർ കൂടിയാൽ തന്നെ ഞാൻ ഒരു മുമ്പിൽ പോകില്ലായിരുന്നു. അത്ര ഒരു നാണം കുണിയൊക്കെയായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇന്ദ്രിയത്തിന്റെ ചെറുപ്പത്തിന് വേണ്ടി ഒരാളെ നോക്കി അവര് നടക്കുമായിരുന്നു ചാന്തുപോട്ട് വേണ്ടി. അപ്പോ എനിക്ക് ഒരു നുണക്കുടി ഉണ്ട്, ഒന്നല്ല ഈ നുണക്കുടി ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ദ്രേട്ടന്റെ ചെറുപ്പത്തിന് വേണ്ടി അപ്പൊ ഒരു നുണക്കുടിയുള്ള പയ്യനെ നോക്കി ഇടുന്നപ്പോ ലാലങ്ങൾ പറഞ്ഞു, എന്റെ പെങ്ങളുടെ മോനുണ്ട്, അവൻ ചെയ്യുമെന്ന് അറിയില്ല, ചുമ്മാ ചെയ്യിച്ചു നോക്കാൻ പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാൽ ദിവസങ്ങൾ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അങ്ങനെ ആ പടത്തിൽ ചെയ്താണ്. എങ്ങനെ ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ലാൽ ദിവസങ്ങൾ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു. സോ ആ സമയത്ത് എങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടി, കുഴപ്പമില്ല ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിനകത്ത് ഇൻഡസ്ട്രിയിലേക്ക് അഭിനയിക്കാം എന്ന് തോന്നിയത്. പക്ഷെ ചെറിയ കുട്ടിയാക്കുമ്പോഴേ നമ്മള് സ്കൂളിലൊക്കെ ടീച്ചർമാർ ചോദിക്കില്ല എന്താവാൻ ആഗ്രഹം എന്ന്. അപ്പൊ എന്താ പറഞ്ഞിരുന്നു? ആ സമയത്ത് സാധാരണ സ്കൂളിലെ പിള്ളേർ ഡോക്ടർ, പൈലറ്റ്, എഞ്ചിനീയർ, ആ സീൻ തന്നെയായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കൃത്യമായിട്ട് എനിക്ക് എന്നെ തന്നെ മനസ്സിലായത്. എനിക്കൊന്നും ആവാൻ പറ്റില്ലടാ. ഡോക്ടറൊക്കെ ആയിട്ട് വെറുതെ കുറെ പേര് എന്തോരം പേഷ്യൻസിനെ പഠിക്കേണ്ട കാര്യമുണ്ടോ. അവർക്ക് ചാനൽ മാറ്റാം, അല്ലെങ്കിൽ പടം കാണാതിരുന്നാലും മതി. ഇതൊക്കെ അവന്റെ നമ്പറായിരുന്നു. അവന് സിനിമയിൽ വരാൻ തന്നെ മാത്രമായിട്ട് അഭിനയം എല്ലാവരും അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ ഇത് ആരോട് പറയും, എന്ത് പറയും, എങ്ങനെ നമുക്ക് അങ്ങനെ. അപ്പൊ അൽഫോൻസ് എന്റെ സീനിയർ ആയിരുന്നു. അപ്പൊ അവൻ ഡിഗ്രി കഴിഞ്ഞിട്ട് അവൻ നേരെ എഡിറ്റിംഗ് പഠിക്കാൻ ചെന്നൈയിലേക്ക് പോയി. അപ്പൊ ഒന്നല്ലെങ്കിൽ 2 ഓപ്ഷനാണ് എനിക്ക് വന്നത്. ഒന്നല്ലെങ്കിൽ ദുബായിക്ക് വരണം, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പഠിക്കണം. ക്യാമറയുടെ കോഴ്സ് പഠിക്കാൻ വേണ്ടി ശിവൻ സ്റ്റുഡിയോ പോയി, സന്തോഷിന്റെ സ്റ്റുഡിയോ. അപ്പോൾ അവിടെ നിന്നാണ് 2011 അസിസ്റ്റന്റ് ക്യാമറമാനായിട്ട് ഞാൻ മനോജ് പിള്ള എന്ന് പറഞ്ഞ സാറിനൊപ്പം കയറുന്നത്. അങ്ങനെ അതിന്റെ ഇടയിലാണ് 2013 നേരം വരുന്നത്. അൽഫോൻസ് ഫസ്റ്റ് പടം ചെയ്തപ്പോൾ നമ്മളെ വിളിച്ച് അങ്ങനെ മാണിക്കുന്ന ഒരു ക്യാരക്ടർ വന്നു. എന്നിട്ടും ഞാൻ അസിസ്റ്റന്റ് പരിപാടി കാര്യങ്ങളായിട്ട് ഞാൻ പോയി സലാം കാശ്മീർ വരെ വർക്ക് ചെയ്തു സാറിനൊപ്പം. അതിനുശേഷം പിന്നെ അഭിനയ പരിപാടിയായിട്ട് ഇങ്ങനെ നീങ്ങുന്നു. അങ്ങനെയല്ല, പ്രേമം വന്നപ്പോ പിന്നെ ഏകദേശം ഒന്ന് ആൾക്കാരെ അറിഞ്ഞു തുടങ്ങി. നേരം ശരിയായി.
നേരം ചെയ്തപ്പോ ഏകദേശമൊക്കെ നേരം തെളിഞ്ഞു. കുറച്ച് മാസങ്ങൾക്ക് മുന്നേക്ക് നമുക്കൊക്കെ വാട്സാപ്പിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ഈ ദോഹ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കൂസലില്ലാണ്ട് നടക്കുന്ന ഒരു ടൈഗർ, ഒരു കുട്ടി കടുവ. ഈ കടുവേനെ ചുറ്റിപ്പറ്റി കുറെ ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിട്ടോ. വണ്ടികളൊക്കെ ഓടുന്ന നല്ല ബിസി ആയിട്ടുള്ള റോഡിൽ ഇങ്ങനെ ഒരു കടുവ വരണത് എന്നാ കേട്ടോ. അതിന്റെ സ്റ്റോറി ബാക്കി പറയാൻ പോണത് ഇവർ രണ്ടാളുമാണ്. നമ്മളെ പടത്തിന് ഷൂട്ടിന് കൊണ്ടുവരുന്ന വഴിക്കാണ് ഈ കടുവ നമ്മൾ കൊണ്ടുവരുന്ന വണ്ടിയിൽ നിന്ന് ചാടിപ്പോയി. കൊണ്ടുവരുന്ന വഴിക്കോ? ഷൂട്ടിന് വേണ്ടി നമ്മള് അവിടെ നിൽക്കുന്നു, കടുവേനെ കൊണ്ടുവരാൻ 2 അറബികൾ വരുന്നു, ഈ സാധനം ചാടി. ഈ കടുവ ശരിക്കും ഒരു ഷെയ്ക്കിന്റെ കടുവയാണ്. ഇതൊരു 9 മാസം പ്രായമുള്ള ഒരു കടുവയാണ്. അപ്പൊ ഇതുവരെയും അങ്ങനെ പുറത്തു പോയിട്ടുണ്ട്. പക്ഷെ അതിന്റേതായ ഒരു വാനുണ്ട്. അങ്ങനത്തെ ഒരു പരിപാടിയിൽ മാത്രമേ ഷെയ്ക്കിന്റെ കടുവ. അതെ, ഷെയ്ക്കിന്റെ ഒരു കടുവയാണ്. അപ്പൊ ഇതങ്ങനെ നമ്മളുടെ പരിപാടിക്ക് വേണ്ടി കൊണ്ടുവന്നത് ഇവരൊരു ട്രക്കിലാണ് കൊണ്ടുവന്നത്. അപ്പൊ ഈ ട്രക്കിൽ ഇതിൽ കയറിയിട്ട് ഇതിന് ഈ ഒരു അവസ്ഥയൊന്നും പരിചയമില്ല. അതെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് പാനിക് ആയിട്ട് ഇത് അവിടെ ഇവിടെ പോയി ഇടിക്കാൻ തുടങ്ങി. വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ബ്ലോക്കില് വണ്ടി കിടക്കുമായിരുന്നു. കടുവ അതിന്റെ പുറകിലെ ഡോറിൽ കടുവ പോയി തട്ടിയിട്ട് റോട്ടിലേക്ക് ഡോർ തുറന്ന് കടുവ റോട്ടിലിറങ്ങി. ദോഹ റോട്ടിലൂടെ കടുവ പതുക്കെ സ്ലോ മോഷനിൽ നടന്നു. നമ്മളറിയുന്നില്ല, പറഞ്ഞില്ല, നമുക്ക് കൊണ്ടുവന്ന് തന്നു. നമ്മള് ബിജുവിനെ വെച്ചിട്ട് പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഈ സാധനം വാട്സാപ്പിൽ, അപ്പൊ ഈ വീഡിയോ വാട്സാപ്പിൽ നമ്മളിരുന്ന് നോക്കും. നല്ല പരിചയം ഉണ്ടല്ലോ. നമ്മൾ നോക്കുമ്പോ ലാസ്റ്റ് ഈ സാധനം കാണിച്ചു. സാർ ഇത് നല്ല ഷോട്ടാണല്ല, ഉണ്ടാണ് ഈ കടുവയാണ് ആ കടുവ. പ്രശ്നം നമ്മൾക്കും കടുവക്കും പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ കടുവനെ കൊണ്ടുവന്ന നമ്മളവിടെ ഓർഗനൈസ് ചെയ്യുന്ന 2-3 ആൾക്കാരുണ്ട്. അവര് അത്യാവശ്യം ഇത്തിരി പ്രശ്നങ്ങളുണ്ടായി. പോലീസ് സ്റ്റേഷൻ പരിപാടി കാര്യങ്ങൾ, പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ട പരിപാടികളുണ്ടായിരുന്നു. പിന്നെ ആ ഷേക്ക് കൊള്ളാവുന്ന ഒരു ഷേക്ക് ആയതുകൊണ്ട് അവർക്ക് പ്രശ്നം ഉണ്ടായില്ല. നിങ്ങളപ്പോ അവിടെ അപ്പൊ തന്നെ പാക്ക് ചെയ്തോ ഇന്ത്യയിലോട്ട് പോകുന്ന? പിന്നെ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ? പിന്നെ നല്ല പേടിയാണല്ലേ? പിന്നെ ആർക്കാണ് ഉച്ചയ്ക്ക് പോകുന്നത്, രാത്രി പോകുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിലെ ജയിലില് മര്യാദ കിടക്കാൻ പോലെ എന്തിനാ വേറെ ആൾക്കാരുടെ ജയിലില് ഭാഷയും കൂടെ ഇവിടെയാണെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റെങ്കിലും ജാമ്യത്തിന് വരും. മൊത്തത്തിൽ അവര് സ്കൂളിന് 2 മണിക്ക് വരേണ്ട സ്കൂള് വിടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കുറച്ച് കടുവ ഇറങ്ങി ദോഹയിൽ എന്നുള്ളൊരു നമുക്കറിയാം. കടുവ നമ്മുടെ കയ്യിലുണ്ട്, കടുവനെ തിരിച്ചു വീട്ടിൽ കൊണ്ടാക്കി. പക്ഷെ അത് ഭയങ്കര സ്പ്രെഡായ ന്യൂസ്. ആവശ്യത്തിന് ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടാണ് അവിടുത്തെ ഷൂട്ടിംഗ്. ദോഹ ഗവൺമെന്റ് ഞങ്ങളൊരു തലവേദനയായിരുന്നു. അല്ല, എന്നിട്ടും നിങ്ങൾക്ക് ഷൂട്ടിംഗ് തുടരാനായിട്ട് അവിടെ പെർമിഷൻ തന്നാ? ഇല്ല, ആ ദിവസം നമ്മൾ രാത്രി പോകുന്നല്ലോ. ലാസ്റ്റ് ആയിരുന്നു ഈ കടുവ കലാശക്കൊട്ടായിരുന്നു ഈ കടുവയുടെ പരിപാടി. ശരി, പിന്നെ കൂടെ പോയിട്ടില്ല അല്ലേ? പ്രൊമോഷൻ ഒന്നും പോയിട്ടില്ലല്ലോ. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കണേ? അത് ഇപ്പൊ ബിജുമേനന്റെ അടുത്തൊക്കെ നിൽക്കണപ്പോ ഞാൻ വിചാരിച്ചു അത് കടിക്കൊക്കെ ചെയ്യില്ലേ? അങ്ങനെയാണെങ്കിൽ കുഞ്ഞു കടുവകളും കടിക്കില്ലേ? അത് പച്ചക്കറിയും പെഡിഗ്രിയും മാത്രം കൊടുത്ത് വളരുന്ന. പിന്നെ ബീച്ചാറിനത് ആ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, എടാ മൊത്തം നോക്കിയിട്ട് എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ബീച്ചിന് അത്യാവശ്യം പേടിയുണ്ടായിരുന്നു. ഭക്ഷണം അത്രയും ഒരു 4 കവർ ചിക്കൻ ഫുള്ള് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വേറെ കവറിൽ ചിക്കൻ മണപ്പിച്ചിട്ട് കിടക്കാം. മതി, എനിക്ക് എത്ര എന്റെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ബീച്ചേട്ടൻ അടുത്ത് പോയി തുടങ്ങി. പക്ഷെ ബീച്ചാനായിട്ട് അത് കഴിഞ്ഞ് ബീച്ചേട്ടൻ പൂച്ചക്കുട്ടിനെ കൊണ്ടു നടക്കണവരായിരുന്നു. അതായിട്ട് ഭയങ്കര സിങ്കായി. ഏയ് അൽക്കടുവ വീഡിയോ ഇറങ്ങിയപ്പോഴത്തേനും പാക്കപ്പ് പറഞ്ഞു സംഭവം. എവിടുന്നെങ്കിലൊക്കെ തല്ല് കിട്ടാറാവുമ്പോഴേക്കും അതെങ്ങനെയെങ്കിലുമൊക്കെ കൂട്ടുകാരന്റെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു കഥാപാത്രമാണ് മരുഭൂമിയിലെ ആന എന്ന് പറഞ്ഞ സിനിമയിൽ കൃഷ്ണശങ്കർ ചെയ്യണത്. ഈ കൂട്ടുകാരനായിട്ട് അഭിനയിക്കുന്ന ബാലു വർഗീസ് ആണ്. അല്ല കിച്ചു, ഇതിൽ കിച്ചുവിന്റെ സ്ഥിരം ഡയലോഗാണ് എവിടെന്നെങ്കിലും ഇതുപോലെ തന്നെ തല്ല് വരുന്ന സമയത്ത് എനിക്ക് ഒരാളോട് അനുവാദം ചോദിക്കാനുണ്ട് എന്നുള്ളത് അല്ലേ? അങ്ങനെ എല്ലാ കാര്യം അനുവാദം ചോദിച്ചിട്ട് ചെയ്യണ ഒരാളാണ് ശരിക്കും ജീവിതത്തിൽ. ഫ്രണ്ട്സിനോട് എല്ലാ കാര്യം ചോദിക്കുന്നത്. പിന്നെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യാറുള്ളൂ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലേ? പിന്നെ ഇത്ര നേരം കൊണ്ട് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഇതുവരെ അനുവാദം ചോദിക്കാണ്ട് ചെയ്ത് എന്തുടായ്പുള്ളത്, എന്ത് കുരുത്തക്കാടെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ളത്? തന്നിഷ്ടത്തിന് ചില കാര്യങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അവന്മാരത്ത് പോയി ഇങ്ങനെ പറയും, അളിയാ ഇതിങ്ങനെ പെട്ടളിയാന്ന് പറയുമ്പോ എല്ലാ കാര്യമുള്ള കാര്യമാണോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എന്തായാലും എല്ലാം ഒന്നല്ലെങ്കിൽ വൈഫിനോട് ചോദിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കും. ഏതെങ്കിലും ഒരാളോട് ചോദിക്കാണ്ട് ഞാൻ അങ്ങനെ തന്നിഷ്ടത്തിന് ചെയ്യാറില്ല പൊതുവെ. ഞാൻ തന്നിഷ്ടത്തിന് അങ്ങനെ വലിയ കാര്യങ്ങളും ചെയ്യാറില്ല. എല്ലാ അനുവാദം ചോദിച്ചിട്ട് ചെയ്യണം. എന്റെ മിക്ക ഡിസിഷൻസും എന്റെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ചെയ്യണം. കാരണം വലിയ തന്നിഷ്ടത്തിന് ഞാൻ അങ്ങനെ ഇവന്റെ പോലെ അങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു സിനിമയൊക്കെ കിട്ടുമ്പോഴേ അത് ആരോടെങ്കിലും ചോദിക്കോ, ഡിസ്കസ് ഒക്കെ ചെയ്യോ, ഇത് ചെയ്യണോ വേണ്ടയോ, ഈ ഡയറക്ടർ എങ്ങനെയുണ്ട്, ഈ ബാനർ എങ്ങനെയുണ്ട്, അതാരോട് ചോദിക്കുക? ആക്ച്വലി ഒരുമിച്ചാണ് എല്ലാവരും കൂടി താമസിക്കുന്നത്. ഞാൻ, ചേട്ടൻ, ലാൽ ജൂനിയർ, ജീൻ ചേട്ടൻ. അപ്പോൾ നമ്മള് സിനിമാ കാര്യങ്ങളെല്ലാം അവിടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഫൈനൽ ഡിസിഷൻ ആരെടുക്കുക ഒരു സിനിമയുടെ? അത് ഞാൻ തന്നെ ഇരിക്കും. സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ആരായിട്ടാ? അൽഫോൺസ്, ഷറഫ്, മോസിൻ, സിജു, ഈ 4 പേര്. മോസിൻ എന്ന് പറഞ്ഞാൽ അൽഫോൺസിന്റെ അസോസിയേറ്റ്. മോസിൻ ശബരി ഞാൻ ഒരു ക്ലാസ്സിലായിരുന്നു, ബികോം. ഞങ്ങളുടെ സീനിയർ ആയിരുന്നു അൽഫോൺസ്. ഷറഫായിട്ട് ഞാൻ +2 പഠിച്ചു. സിജു ആയിട്ട് ഞാൻ 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒരുമിച്ച് പഠിച്ചു. ശരി, നിങ്ങൾ മൊത്തത്തിൽ ആലുവെന്ന് കുത്തി പറിച്ച് പോകുന്നതാണ്. ആലുവെന്ന് മൊത്തം ഒരു ബറ്റാലിനായിട്ട് ഇറങ്ങിയേക്കാണ്. ഇപ്പൊ എത്ര സിനിമ
സിനിമയായി? എന്റെ 5ാമത്തെ സിനിമ. ബാലുവിന്റെ ഒരു 10-20 സിനിമ എടുത്തായിണ്ട്. പണ്ട് തൊട്ട് ഈ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തേക്കണ അതും കൗണ്ട് ചെയ്തിട്ട് ഇത്ര സിനിമ ഉണ്ട്. അപ്പൊ എക്സ്പീരിയൻസ് കൂടുതൽ ബാലുവിനാണ്. പക്ഷെ പ്രായം കൂടുതലവനാണ്. ഞാൻ പറയും എനിക്കത് അതിങ്ങനെ പറയുമ്പോ എനിക്കൊരു സുഖം കിട്ടും. ഒരു സുഖമാണ്. ഇവനൊരു കുട്ടിയുണ്ടെന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര ഒരു സുഖമാണ്. അയ്യോ ഫാൻസ് ഒന്നും കേൾക്കണ്ട, ഇനിയിപ്പോഴുള്ള ഫാൻസിനൊക്കെ എണ്ണം കൂടുമല്ലോ. അത് കുട്ടിയുണ്ടെന്ന് അറിയുമ്പോഴോ? അല്ലെന്ന്, ഈ പടമൊക്കെ ഹിറ്റ് ആയിരിക്കല്ലേ, കാണാൻ കൊള്ളാവുന്ന ഒരു പയ്യൻ ആ പടത്തിലെ ഹീറോ, ആ പടം ഹിറ്റ്, സ്വാഭാവികമായിട്ട് ഫാൻസ് കൂടുമല്ലേ. എല്ലാരോടും പറയോ ഫാമിലി ലൈഫിനെ കുറിച്ചൊക്കെ, കല്യാണം കഴിഞ്ഞാണ് കുട്ടിയുണ്ടെന്നൊക്കെ? ചോദിക്കുമ്പോഴേ മാത്രമേ പറയുള്ളൂ. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു ഭാര്യ കഴിഞ്ഞു. എന്റെ വിചാരം ഇവൻ ഞങ്ങളുടെ ഒരു പ്രായം 32 കണ്ടാലും അങ്ങനെ തോന്നൂല്ലോ. പിന്നെയാണ് ഡേറ്റ് ഓഫ് ബർത്ത് 8 വയസ്സ് ഇളയതാന്നൊക്കെ അറിയാം. ചിലപ്പോൾ പണ്ടോട്ടെ മേക്കപ്പ് ഇറങ്ങുണ്ടായിരിക്കും, പറയാൻ പറ്റില്ല. 10-25 സിനിമയായാലും നമ്മളതാണ്, നമുക്ക് ക്യാരക്ടർ അനുസരിച്ച് നമുക്ക് പ്രായം മാറ്റാൻ പറ്റൂടാ. അപ്പൊ നീ എത്രയും പെട്ടെന്ന് മറ്റേ തിലകഞ്ചന്റെ റോളൊക്കെ ചെയ്യും, പ്രായം കൂടിയൊക്കെ വന്നിട്ട് ഒരു 2-3 കൊല്ലം കൂടെ താളിയാ ചെയ്യാളിയാ. ആമിർ ഖാനൊക്കെ സിനിമയിൽ ആദ്യം വന്നപ്പോ ആരോടും പറഞ്ഞില്ലല്ലോ കല്യാണം കഴിച്ചാന്നോ, കാരണം ഫാൻസ് കുറെ ഇതൊക്കെ കരുതിയിട്ട്. അപ്പൊ അതുപോലുള്ള പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ നിവിൻ കല്യാണം കഴിഞ്ഞാണല്ലോ, ഫാൻസ് ഉണ്ടല്ലോ, ഒരു പുതിയ ഫാഷൻ. നിവിൻ സിനിമയിൽ വന്നതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. മലർവാടി റിലീസ് ആയതിനു ശേഷം. ഞാൻ അതിന് മുമ്പാണ്. നീ എത്ര വയസ്സിലായിരുന്നു കല്യാണം? 28 വയസ്സ്. അപ്പം സിനിമയിലോട്ട് കയറുമ്പോ ഒരു ഉൾവിളിയൊന്നും ഉണ്ടായില്ലേ? പറയണോ ഭാര്യയുടെ പേരൊക്കെ പറയണോ എല്ലാവരോടും? ഇല്ല, അങ്ങനെ ഒരു പ്രേമവിവാഹമായിരുന്നു. പുള്ളിക്കാരിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം നല്ല മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഉൾവിളി, അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല. തിരിച്ച് സിനിമ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെയാണല്ലോ കയറേണ്ടത്. Shoot out at Spotlight. കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം കേട്ടോ. കൃഷ്ണശങ്കറിന്റെ അടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഫസ്റ്റ് ബാലുവിനോട് ചോദിച്ചാൽ മതിയായിരുന്നു. വേണ്ട, വയസ്സിൽ മൂത്തവരോടല്ലേ ചോദിക്കേണ്ടത്. കൃഷ്ണശങ്കർ ഈ സിനിമയിൽ ഇങ്ങനെ പ്രതികാരം ചെയ്യാനൊക്കെ പോകണ്ടല്ലോ, ചെരുപ്പൂരിട്ട്. സുഗുവിന്റെ പ്രതികാരം. കൃഷ്ണശങ്കർ ഒരു പ്രതികാരദാഹിയാണ്, യെസ് ഓർ നോ? അതെ. സിനിമ ഇൻഡസ്ട്രിയിൽ ഒരാളോട് പ്രതികാരം ചെയ്യാൻ തോന്നിയിട്ടുണ്ട്, യെസ് ഓർ നോ? നോ. വെറുതെ. സത്യം. എനിക്ക് സിനിമയിൽ കയറാൻ കുറെ പേര്, നാട്ടിലുള്ള കുറെ ആൾക്കാർ നീയൊക്കെ എങ്ങനെ സിനിമയിൽ കയറൂടാന്ന് വെച്ചപ്പോ അങ്ങനെ പ്രതികാരത്തിൽ ഞാൻ സിനിമയിൽ കയറിയതാണ്. അവന്മാരോടാ ചോദിച്ചവന്മാരോട് പ്രതികാരം ചെയ്യാൻ തോന്നിയില്ല. അതിപ്പോ ചെയ്ത് കഴിഞ്ഞല്ലോ. നായകനായല്ലോ. നായകനല്ല, നായകനായില്ലേ? അന്ന് നായകനായി. ബിജുവേട്ടൻ കേൾക്കൂല ഇതൊക്കെ, അതല്ലേ പ്രശ്നം. ബിജുവേട്ടൻ എന്ന് പറയും, ഞാനല്ലടാ നായകൻ. അതെ. ശരി, പ്രൊഫഷനില് കൃഷ്ണശങ്കർ ഏത് മൃഗാന്ന് പറയണം? ഒരു പുലിയാണോ, ഒരു ആടാണോ, അതൊരു കുയിലാണോ? ആന എന്തായാലും ഞാൻ ചോദിക്കില്ല, അത് ബിജുവേട്ടനാണല്ലോ. അത് ആന ചോദിച്ചാൽ മതിയായിരുന്നു. അയ്യാ, ഒരു പുലിയാണോ, ഒരു ആടാണോ, ആടിനെ പോലെ പാവമാണോ, അതോ കുയിലാണോ, സാമർത്ഥ്യക്കാരനാണോ? ന്യൂട്രൽ നിൽക്കുന്ന ഒരു, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു മൃഗം പറയുന്ന പുലി, ആട്, കുയില്. അന്ന കുയില് സാമർത്ഥ്യക്കാരനല്ലേ? സാമർത്ഥ്യക്കാരെന്ന് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായില്ല. കുയിലാണല്ലോ വേറെ കാക്കയുടെ അവിടെ പോയി മുട്ട. കുയിലല്ല ആട് ആട് ആട്. നീ വേറെ സ്ഥലത്ത് പോയി മുട്ട. ഇവന്റെ കരുത്ത് വെച്ചതല്ലാണ്ട് പറയോ? ചോദ്യം ചോദിക്കാമോ? എങ്ങൂലാത്ത എക്സാമ്പിൾ കുയിലെന്നൊക്കെ. അവനെ പാട്ടിന്റെ സാധനം കേട്ടില്ല, കുയിൽ കുയിൽ ഗായകനൊക്കെ കുയിൽ. ജീവിതത്തിൽ ഇതുവരെ ഡാഷ് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറയണ്ടേ? പിന്നെ നോണയാ ഇതിനും മാത്രോ? ഇല്ലില്ല, 4. ഇത് ഭാര്യ കേക്കല്ലേ വീട്ടില്? ഭാര്യക്ക് അറിയാം, ബാക്കി 3 ഭാര്യയുടെയും കൂട്ടി 4. അതിൽ എന്നെ കയറി പ്രേമിച്ചവർ ഡാഷ്. ഒറ്റൊരാളാണ് ഇങ്ങോട്ട് ഇഷ്ടമെന്ന് പറഞ്ഞു, അയാളെ ഞാൻ അപ്പൊ തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അയാളെ കല്യാണം കഴിച്ചു. സത്യം. അതാണ് ഉണ്ടായത്. ഞാൻ 10 പഠിക്കുമ്പോ എന്റെ ഭാര്യ നീന 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ നീനയുടെ ഫ്രണ്ട് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, നീനക്ക് കൃഷ്ണശങ്കറിനെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ സോറി, ഇല്ല എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വേറൊരു പെൺകുട്ടിയെ അവിടെ വളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പുതിയതായിട്ട് വന്നതാണ് ചേരാൻ, 8ാം ക്ലാസ്സിൽ ചേരാൻ. അപ്പൊ നീനക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പക്ഷെ ഫോണിൽ വിളിക്കുമായിരുന്നു. പിന്നെ ഞാൻ കാണുന്ന ഒരു 6 വർഷം 7 വർഷം കഴിഞ്ഞ് ഞാൻ നീനെ കാണാൻ പോകുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. അപ്പൊ ഏകദേശം ഒരു കാര്യങ്ങളുണ്ടായത്, നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടല്ലോ. അതാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഏകദേശം എന്റെ കാര്യങ്ങളൊക്കെ അറിയാം. കാരണം അവൾക്കൊരു ഉറപ്പുണ്ടായില്ല ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നൊക്കെ. കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ അസിസ്റ്റന്റ് ക്യാമറമാൻ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്തൊക്കെ. അപ്പൊ 4 പറയാം, 4ാമത്തെ ആള് നീന. അപ്പൊ ഇങ്ങോട്ട് പ്രേമിച്ചത് ഒന്ന്, അങ്ങോട്ട് പ്രേമിച്ചെന്ന് പറഞ്ഞാൽ ഇത് ബെറ്റുകളുടെ ഒക്കെ ഒരു ഇതില്. ഞാൻ നമ്പർ മാത്രമേ ചോദിച്ചുള്ളൂ. 3 4 ഒരെണ്ണത്തിൽ ഉറപ്പിക്കുക. 3 ഉറപ്പിച്ചാ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ചോദിക്ക്. കിച്ചു എന്നല്ലാതെ എനിക്കുള്ള മറ്റൊരു വിളിപ്പേര്. പേര് കൃഷ്ണശങ്കർ പറ്റൂ? ഇല്ല. അയ്യടാ, അത് ഒറിജിനൽ അല്ലേ? ശരിയാണല്ലോ. അപ്പൊ കൃഷ്ണശങ്കർ, കിച്ചു, കിച്ചപ്പൻ, പിന്നെ കോയ, മാണിക്ക്. കഥാപാത്രങ്ങളുടെ പേരൊന്നും അല്ല, അല്ലാതെ സ്കൂളിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ പേര്. ഇരട്ട പേരാണോ ഉദ്ദേശിക്കണേ? ഇരട്ട പേര് ഇപ്പൊ കിച്ചു
എന്നുള്ളതിന് കുച്ചു എന്ന് വിളിക്കുമായിരുന്നു. കുച്ചുവാ എനിക്കറിയാമുള്ള കുറെ പിള്ളേർ കുച്ചു കുച്ചു രണ്ടാം ക്ലാസ്സിലുള്ള അപ്പഴേ ഇരട്ട പേരുണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ അതിശക്തനായ ഇടിക്കാരനായതുകൊണ്ട് എന്നെ വേറെ പേര് വിളിക്കാറില്ല. സത്യമായിട്ട് പറ എന്തൊക്കെയാ ഉടായ്പ പേരുകൾ ഇല്ലാന്ന് സത്യമായിട്ട്. വളിപ്പൻ വളിപ്പൻ എന്ന് പറയും. ഇപ്പൊ ഷാറഫും സിജു ഒക്കെ പറയും. സിജു ആണ് കൂടുതൽ പറയണേ. നീ എന്ത് വളിപ്പടിക്കാടാ വളിപ്പാന്ന് പറയും സിജു. ഇപ്പോഴും വിളിക്കോ? ഇപ്പൊ പിന്നെ ഞാൻ എപ്പോഴും വളിപ്പ് പഠിക്കുമല്ലോ, അതുകൊണ്ട് ഇപ്പോഴും വിളിക്കും. ജീവിതത്തിൽ എത്ര പ്രാവശ്യം ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈറ്റ് യാത്ര നടത്തിയിട്ടുണ്ട്? ഒറ്റ തവണ പോലും ചെയ്തിട്ടുള്ള. ബാലു വർഗീസ് ഒരു തല്ലുകൊള്ളിയാണ്, യെസ് ഓർ നോ? നോ. ഇതുവരെ തല്ലുകൊണ്ടിട്ടില്ല, തല്ല് കൊടുത്തിട്ടുമില്ല. ഞാൻ കാരണം മറ്റുള്ളവർക്ക് തല്ലുകൊണ്ടിട്ടുണ്ട്, യെസ് ഓർ നോ? ഉറപ്പായിട്ടും. ഇവൻ കാരണം ഒരു കട പൊളിഞ്ഞ് ഇപ്പൊ പറഞ്ഞോളൂ. ഞങ്ങള് വരുമ്പോ വരണ വഴിക്കുവനെ ഒരു കട കാണിക്ക. അപ്പൊ പുറത്ത് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ആ ഗ്രില്ലിട്ട കട കണ്ടോ? ഞാൻ ആ ഗ്രില്ല് ഇടിപ്പിച്ചത് ഞാനാ. കഥ പറയൂപ്പോ തേവര കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത്. കോളേജിൽ നിന്ന് ഒരു ദിവസം ഞാൻ ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകണ ബൈക്കിനാണ് പോണത്. പോണ വഴിക്ക് ഒരു പെട്ടി ഓട്ടോറിക്ഷ എന്റെ വണ്ടിയുടെ മുമ്പിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ കുറെ നേരമായി ഞാൻ ഓവർടേക്ക് ചെയ്യാൻ നോക്കണം, പറ്റുന്നില്ല. അപ്പൊ ചെറിയൊരു വഴിയായിരുന്നു, ഒരു വളവുണ്ട്, ലെഫ്റ്റിലേക്ക് ഒരു വളവുണ്ട്. ഓട്ടോക്കാരൻ കുറെ നേരമായിട്ട് എന്നെ ഓവർടേക്ക് ചെയ്യാൻ വിടുന്നില്ല. ആ വളവ് എത്തിയപ്പോൾ ഞാൻ അങ്ങോട്ട് ഓവർടേക്ക് ചെയ്യാൻ എടുത്തു. എടുക്കണ കൊടുത്ത് ഞാൻ ഹോൺ അടിച്ചിട്ട് ഓവർടേക്ക് എടുത്തത്. ഈ ഓട്ടോക്കാരൻ എന്ത് പേടിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് ഹോൺ അടിച്ചാണ് കയറിയതിന്റെ ആ ഒരു വിറയില് പുള്ളി ലെഫ്റ്റിലേക്ക് ഒറ്റ ഒടിക്കൽ ഓടിച്ചു. ഒരു കടയിലേക്ക് ഇടിച്ചങ്ങോട്ട് കയറി. ആ കടയുടെ ഉള്ളിൽ കണക്കൊക്കെ എഴുതി കൂട്ടി അയാളുടെ അടുത്ത് വന്ന് ഇയാളെ മറ്റേ ഓട്ടോ ഇട്ടിരിക്കുകയാണ്. പുള്ളി എന്താ എന്നുള്ള അവസ്ഥയായി പോയി. ഞാനത് നോക്കി, അയാളവിടെ നിന്ന് എന്നെ ഹോൺ അടിച്ചു. ഞാൻ ഒന്നും അറിയാത്തവരെ ഒറ്റ വിടൽ വിട്ടു. ഞാനൊന്നും ശരിക്കും ഞാനൊന്നും ചെയ്തില്ല, അബദ്ധം പറ്റിയോണ്ട്. അതുകൊണ്ട് ആ കട ഇപ്പൊ വൃത്തിയായിട്ട് മൊത്തം ഗ്രില്ലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആ വഴി പോകുന്ന നേരത്ത് ഞാൻ ഈ ഏരിയയിൽ എപ്പോൾ പോവാണെങ്കിലും ഞാൻ ആ വഴിയേ വരാറുള്ളൂ. കാര്യം എന്റെ സ്ഥിരം റൂട്ടായിരുന്നു കോളേജിൽ നിന്ന് വരുന്നത്. അപ്പൊ ഞാൻ ആ വഴി വരാം. അപ്പൊ ഇപ്പോഴും ആ കട കാണാൻ നേരത്ത് എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. ആ കടയിലെ ചേട്ടന് ഇപ്പോഴായിരിക്കും അത് ഈ ഒരു രഹസ്യം അറിയുന്നത്. ശരി, മറ്റുള്ളവർ കാരണം ഞാൻ തല്ലുകൊണ്ടിട്ടുണ്ട്, യെസ് ഓർ നോ? ഞാൻ തല്ലുകൊണ്ടിട്ടില്ല ഇതുവരെ. തേവര കോളേജിലല്ലേ പഠിച്ചത്. പല പ്രശ്നങ്ങളിലും ഇങ്ങനെ മുമ്പിൽ നിന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തല്ല് തുടങ്ങാൻ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ചെറിയൊരു മണം കിട്ടുന്നുണ്ട്, ഒരു തല്ലിന്റെ ഒരു മണം കിട്ടും. അപ്പോഴത്തേക്കും പതുക്കെ എന്നിട്ട് എന്നൊക്കെ പറഞ്ഞ പതുക്കെ എന്താടാ എന്നൊക്കെ പറഞ്ഞിട്ട് പുറകിലേക്ക് പതുക്കെ പോകും. പിന്നെ ഇവിടെ തല്ല് കിടക്കുന്നുണ്ടാവും. അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ആരടാ ഞാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിലരുള്ളൂ. അത് എന്റെ കോളേജിലെ ഫ്രണ്ട്സിനും ആ സമയത്തുള്ള ഒരു ഭയങ്കര ഇതായിരുന്നു. നീ എല്ലാ പ്രശ്നവും തുടങ്ങി വെച്ചിട്ട് പ്രശ്നം ഉണ്ടാവുമ്പോൾ നീ അങ്ങോട്ട് മുങ്ങിക്കളയും. ഞാൻ പിന്നെ ഞാനത് എനിക്കടാ ഇത് മുഖം ആവശ്യമുള്ളതാണല്ലോടാ, നിങ്ങളെപ്പോലെ അല്ലോടാ, ഇന്ന് ഷൂട്ടുണ്ടേ, ബാക്കിയുടെ ഷൂട്ട് ബാക്കി കിടക്കണം. അത് കാരണം പലതും മുങ്ങിയിട്ടുണ്ട്. ഒരു ഇന്ത്യൻ പ്രണയത്തില് ശരി, പ്രൊഫഷനില് ബാലു വർഗീസ് ഏതാന്ന് പറയണം. വേറെ ഓപ്ഷൻ തരാം. ഒരു മാടപ്രാവാണ്, ഒരു കൊരങ്ങാണ്, ഒരു കാക്കയാണ്. കുരങ്ങ് സേഫ് ആയിരിക്കും. അത് നോക്കിയോ ചോദിച്ചോ. കുരങ്ങുറഞ്ഞോ? ധൈര്യമായിട്ട് പറഞ്ഞു. കൂട്ടുകാരനെ വിശ്വസിക്കടാ. എന്തിനാണത് തോന്നുന്നുണ്ട് കുരങ്ങ് ചിലപ്പോ അതായത് കാക്കാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ വേറെ നമ്മള് വിചാരിക്കാത്ത നിനക്ക് പറ്റരുതെന്ന് ഓർത്തിട്ട് മാത്രം ഞാൻ പറയണേ. പ്രൊഫഷൻ ജീവിതം എന്തൊക്കെയായിരുന്നു? ഒരു മാടപ്രാവാണ്, ഒരു കൊരങ്ങാണ്, ഒരു കാക്കയാണ്. ആക്ച്വലി കുരങ്ങാണ്. അതെന്താ? ഒരു സമയത്ത് ഞാൻ ഈ മാടപ്രാവിന്റെ പോലെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരാളല്ല. കുരങ്ങിന്റെ പോലെ അത്യാവശ്യം ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ട് എല്ലായിടത്തും ചാടിച്ചാടി എല്ലായിടത്തും എന്താ സംസാരിച്ച് കിടക്കുന്ന ഒരാളാണ്. കുരങ്ങിനെ പോലെ ഭയങ്കര ഉപദ്രവകാരിയാണ്. അങ്ങനെ വലിയ അലമ്പൊന്നുമല്ല, എന്നാലും ചെറിയ അലമ്പൊക്കെ ഒരു രസമുള്ളൂ. അല്ലെങ്കിൽ സെറ്റ് ഭയങ്കര ബോറടി ആയിരിക്കും. മാടപ്രാവുകൾ മാത്രമുള്ള സെറ്റ് എന്ത് വൃത്തികേടാന്നറിയോ? പോയിട്ടുണ്ടല്ലേ? പിന്നെ ഒരു സെറ്റ് പറഞ്ഞ അങ്ങനെ പറയാൻ പറ്റില്ല. പോകുന്നത് അത് ഞാൻ പറയില്ല. ശരി, അത് പിന്നെ അടുത്ത ചോദ്യം ചോദിക്കാം. ജീവിതത്തില് ബാലുവിന്റെ പൊളിഞ്ഞ പ്രണയങ്ങൾ ഡാഷ്. പൊളിഞ്ഞ പ്രണയം ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. ആകെ 3 പ്രേമുണ്ടായി. 3 സക്സസ്ഫുൾ ആയിരുന്നു. അതെ അതെ. ചെന്ന് ഇഷ്ടം പറയുമ്പോ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞല്ലോ. ഞാൻ അങ്ങനെ എല്ലായിടത്തും ചെന്ന് ഇഷ്ടമെന്ന് പറയാറില്ല. 3 പേരുടെ പറഞ്ഞിട്ടുള്ളൂ. അത് വിജയം കൈവരിച്ചു. ഓ അടിപൊളി. എന്താ പറയാ, എങ്ങനെ പ്രപ്പോസ് ചെയ്യാ? ഹായ് മാലിനി. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എഴുതണം. നശിപ്പിക്കരുത്. ചുമ്മാ നശിപ്പിക്കല്ലേ. ഇപ്പൊ കോൺഫിഡന്റ് ഉണ്ടോ? അതിനെ കിച്ചനോട് ചോദിക്കണേ. അതൊക്കെ ഞാനൊരു തുറന്ന പുസ്തകമാണ്. എന്റെ ഫ്രണ്ട്സിന് ചില പേജൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരുള്ളൂ. മരുഭൂമിയിലെ ആന എന്ന് പറഞ്ഞ സിനിമയിലെ ഏറ്റവും കൂടുതൽ ഈ ഷെയ്ക്കിനെ കൊണ്ട് ഉടായ്പ കാണിക്കുന്നത് നിങ്ങൾ രണ്ടാളും കൂടിയാ. അതും കാശി വാങ്ങിച്ചിട്ടുള്ള കല്യാണ ഫംഗ്ഷൻസ്, കല്യാണം, ഉദ്ഘാടനങ്ങള്, കുഞ്ഞിന്റെ മാമോദീസ, പരിപാടികളൊക്കെ. ബോളിവുഡിലൊക്കെ കുറെ ആക്ടേഴ്സ് സ്ഥിരം ചെയ്യുന്ന പരിപാടി അത്. കാശി വാങ്ങിച്ചിട്ട് ഓരോ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാ, പിന്നെ കല്യാണ ഫംഗ്ഷൻസിന് പോയിട്ട് അവിടെ പോയി ഡാൻസ് ചെയ്യാ. കല്യാണ പരിപാടി ഞാൻ കേട്ടിട്ടുണ്ട്. ഷാറൂഖ് അങ്ങനെയൊക്കെ പോവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം പോകാനായിട്ട്? നമ്മളുള്ള കല്യാണം പോലും വിളിക്കല്ല. ഇപ്പൊ 1 കോടി രൂപ ഓഫർ ചെയ്തിട്ട് ഒരു കല്യാണ ഫംഗ്ഷന് വന്നിട്ട് ഡാൻസ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചു ഡാൻസ് ചെയ്യൂ? 1 കോടി രൂപ ഒക്കെ തന്നിട്ട് ചിലപ്പോ 3 ദിവസം നിർത്താണ്ട് ഡാൻസ് കളിക്കാൻ എനിക്ക് പറ്റൂല.
ഞാൻ കളിക്കും. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് പഠിച്ചിട്ടില്ല, പക്ഷെ 1 കോടി രൂപ തന്നെയല്ലേ, എന്തുകൊണ്ട് കളിക്കുക. ഈ ഇൻഡസ്ട്രിയില്, നമ്മുടെ മലയാള ഇൻഡസ്ട്രിയില് ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ അറിയോ? ഇല്ല, കല്യാണ വീട്ടിൽ പോയി ഡാൻസ് കളിക്കണം. കല്യാണ വീട്ടിൽ പോയി ഡാൻസ് കളിക്കല്ല, മരിച്ച വീട്ടിൽ പോയി കരയണോ? അതുമല്ല, ഇങ്ങനെ നമുക്ക് പൈസ തരുന്നു, അതനുസരിച്ച് ഓരോ ഫംഗ്ഷന് പോയിട്ട് അവിടുത്തെ മെയിൻ ആളായിട്ട് ഒക്കെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചെയ്യില്ലേ? ഓ പിന്നെ അറിയാത്ത പോലെ സത്യമായിട്ടും അറിയില്ല. അല്ല, എന്റെ അറിയില്ല. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും ഭാവിയിൽ നമ്മൾക്ക് അഭിനയത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്തൊക്കെ നന്നാക്കാം, അങ്ങനത്തെ ഒരു സംഭാഷണങ്ങൾ മാത്രമേ നമ്മളൊക്കെ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ പുതിയ നടന്മാരുടെ അവരെ സംസാരിക്കാറില്ല. ഞാൻ ഈ മൈക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സംസാരിക്കുക നോക്കട്ടെ. ഇപ്പൊ ഇങ്ങനെ ഒരു ഓഫർ കിട്ടുകയാണെന്ന് കരുതും നിങ്ങൾക്ക് രണ്ടുപേർക്കും. കാരണം ഈ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആരെങ്കിലും വന്ന് പറയാണ്, നിങ്ങൾക്ക് ഇത്രയും രൂപയൊക്കെ തന്നേക്കാം ഈ ഒരു കല്യാണ വീട്ടില്, അല്ലെങ്കിൽ വേണ്ട ഒരു കുഞ്ഞിന്റെ മാമോദിസ ചടങ്ങിന് വന്നിട്ട് നിങ്ങൾ വലിയ ആളായിട്ട് അവിടെ നിന്ന് എല്ലാരെയും സ്വീകരിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞാല് പോവോ? നമ്മൾ രണ്ടുപേരുണ്ടോ ഒറ്റയ്ക്കായിരിക്കും? നിങ്ങൾക്ക് രണ്ടുപേർക്ക് രണ്ട് വേറെ വേറെ പണി തരാം. അത് പറ്റില്ല, ഒരുമിച്ചാണെങ്കിൽ വേണ്ടി നോക്കാം. കാര്യം നമ്മള് പരിചയമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കൊടുക്കാമല്ലോ. നിങ്ങൾ രണ്ടുപേരും അഭിനയിക്കാൻ താല്പര്യപ്പെട്ട് വന്ന ആൾക്കാരാന്ന് പറഞ്ഞു. ഈ അഭിനയത്തിൽ എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ്, എന്താ കൂടുതൽ എളുപ്പം, കരയാനാണോ, ചിരിക്കാനാണോ, ഡാൻസ് ആണോ, പാട്ടാണോ, ഏതാ കൂടുതൽ കംഫർട്ടബിൾ? എന്ത് റോൾ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ അറിയാൻ ഭയങ്കര സുഖാഭിനയം. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ എല്ലാം ഭയങ്കര പാടാ. ഏറ്റവും പാടെന്താ തോന്നിയിട്ടുള്ളത് ഈ അഭിനയ മേഖലയില്? ഈ ഭയങ്കര സൗണ്ടില് നമ്മളിങ്ങനെ പറയില്ലേ, എടാ അതെ ഞാനേ എന്നൊക്കെ പറയും, ഭയങ്കര ഒച്ച എടുത്ത് പറയണ. പക്ഷെ അത് ഇവൻ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവൻ മരുഭൂമിയിൽ ആണെങ്കിൽ ലാസ്റ്റ് പറയില്ലേ, എടാ ഗുണ്ട ഇതുകളെ വാടാ അൽത്തല്ല് കാണാടാ. എനിക്കത് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഒച്ച എടുത്തിട്ടുള്ള സംഭവം ഞാൻ ചെയ്തിട്ടില്ല. ചിലപ്പോൾ തൊള്ള ഉറക്കുക എന്ന് പറയുന്ന ഒരു സാധനം അത് തന്നെ. ഡാൻസ് ഒക്കെ ചെയ്ത പുലിയൊന്നുമല്ല, അതൊക്കെ പരിപ്പളകിട്ടാണ് പറയാൻ പറ്റില്ല ചെയ്തത്. പാട്ട് പാടില്ല. എനിക്ക് ഹ്യൂമർ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യം. ഓപ്പോസിറ്റ് ഇപ്പൊ ബാലു അല്ലെങ്കിൽ ഷർഫ് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുമ്പോ സാധനം ചെയ്യാനായിട്ട് ഒരു ഇപ്പൊ ഈ പടത്തിൽ തന്നെ ഷെയ്ക്ക് ആയിട്ടുള്ള ആ ഒരു സാധനം. എനിക്ക് ഈ പടത്തിൽ ഇഷ്ടപ്പെട്ടൊരു സീൻ എന്താണെന്നറിയോ? അതില് ബിജുമേനൻ വന്ന് ഇറങ്ങുന്ന സമയത്ത് മെട്രോ കിട്രോ മോസ്കിറ്റോ ലോട്ട് ഓഫ് പ്രോബ്ലം ആ സാധനമല്ലേ. പക്ഷെ ആ സീൻ വൈവി ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി. ഇപ്പൊ ഞാൻ വൈവി എടുത്തോണ്ട് വൈവി ഒരു പ്രാസം വെച്ചിട്ട് നമുക്ക് പോവാം. മെട്രോ കിട്രോ മോസ്കിറ്റോ ഉഴിച്ചിൽ പിച്ചിൽ കുഞ്ചേർത്ത് ഇടിക്കൽ. അപ്പൊ ഇങ്ങനെ പോകുമ്പോ പക്ഷെ എന്താ വെച്ചാൽ ഒരു ഒറ്റ ടേക്ക് ആയിരുന്നു ഈ ഡയലോഗ് ഫുൾ കണ്ടിന്യൂസ് പറഞ്ഞ പുള്ളി അങ്ങോട്ട് തിരിയും, ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. പക്ഷെ ഒരു 6 പ്രാവശ്യം 7 പ്രാവശ്യം എന്തോ പോയിട്ട് 7ാമത്തെ ടേക്ക് എന്തോ ഓക്കെ. സത്യം പറയുന്ന ഒരു സാധനത്തില് വിജുവേട്ടൻ ചിരിക്കണ്ട്. ഞാൻ ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനത്തില് വിജുവേട്ടൻ ചിരി വന്നിട്ട് വിജുവേട്ടൻ ഇങ്ങനെ അത് ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ഒരു സാധനം ഉണ്ട് വിജുവേട്ടന്റെ. കാരണം ഞാൻ തിരിയൊന്നും വിജുവേട്ടൻ കരുതിയില്ല. കഥകളി മോഹിനിയാട്ടം എന്നുള്ള ഒരു റൗണ്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട് ഈ പടത്തിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ആ ഒരു സാധനം. ഇല്ല VKPക്ക് റിഹേഴ്സൽ ഇല്ല. VKP റിഹേഴ്സൽ ഇല്ല. റിഹേഴ്സലേക്ക് ഞാൻ ഒരു മൂഡ് കൂടാ, ഒരു ഫീൽ കൂടാ. ഓക്കെ അല്ലേ, റോളിംഗ് തുടങ്ങി, ക്യാമറ അപ്പൊ തന്നെ തുടങ്ങി, പരിപാടികൾ തുടങ്ങി. നമ്മൾ എന്താ ചെയ്തോ? അപ്പൊ നമ്മളപ്പോ തന്നെ അത് പിന്നെ എന്ത് പറയാനാണ്, നമ്മളവിടെ ഡയലോഗ് തുടങ്ങിണ്ടാവണം. ഈ റൗണ്ടിൽ ഞാൻ കുറച്ച് വാക്കുകൾ പറയും. എന്താണോ ആ വാക്ക് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് അത് ആദ്യം പറയാം, അത്രേ ഉള്ളൂ. ആദ്യത്തെ വാക്ക് ഫ്രീക്ക്. ബാലു വർഗീസ്. ബാലുവിന് എന്താ പറഞ്ഞത്? ബാസി. ശ്രീനാഥ് ബാസിയോ? ശ്രീനാഥ് ബാസി വൺ ഫ്രീക്ക് അല്ലേ. എന്നാ പിന്നെ അടുത്തത് ഉഡായിപ്പ്. ആരോടാ? ബാലുവിനോട്. നമ്മുടെ ഷെയ്ഖ് ഖലീഫ ബിൻ അൽത്താനി ബിൻ ജാസിം അൽത്താനി മുഹമ്മദ്. അതായത് ബിജുമേനന്റെ മുഖമാണ്. അല്ല, ബിജുമേനന്റെ മുഖമല്ല, ബിജുമേനന്റെ ക്യാരക്ടർ. അതാണ് ഓർമ്മ വരുന്നത്. ബിജുവിന്റെ ക്യാരക്ടറിന്റെ കിച്ചുനോ? ആ സിറ്റുവേഷനിൽ പെട്ടെന്ന് എന്നെ ഒരാള് സിനിമയില് അഭിനയിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടല്ലോ. അയാളുടെ പേരെന്തായിരുന്നു? ജയകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കക്ഷി. ആ പുള്ളി ഞാൻ ഗുരുവായൂർ വെച്ചാണ്ട് പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അപ്പൊ ജയേഷ് നമ്പർ മേടിച്ചു. എനിക്കായിരുന്നു താല്പര്യം, ജയേഷ് നമ്പർ മേടിച്ചു. അപ്പൊ നമ്മൾ ഈ നിമിത്തമൊക്കെ ആലോചിച്ചു. നന്ദനൊക്കെ എന്റെ മനസ്സിൽ വന്നു, ദൈവമേ ഗുരുവായൂരപ്പനായിട്ട് തന്നതാണല്ലോ. പിന്നെ ഇയാളെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഫോൺ ചെയ്ത് ഇയാൾ പറഞ്ഞ തൃശ്ശൂർ വരാൻ പറഞ്ഞു. അപ്പൊ ഞാനും മോശനും കൂടി ഇയാളെ പോയി കണ്ടപ്പോ ഇയാൾ പൈസ ചോദിച്ചു എന്റെ അടുത്ത്. അന്ന് എന്റെ അടുത്ത് 25,000 രൂപ എന്തോ ചോദിച്ചു. 2006 എന്തോ സംഭവം. അപ്പൊ അങ്ങനെ അയാളെ ആണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഊടായ്പായിട്ട് കണ്ടത്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞ പേരാണ് ജയകൃഷ്ണൻ എന്നുള്ള. ഇല്ല പിന്നെ അന്ന് 25 രൂപ കിട്ടി. 25 രൂപ ഇല്ല നമ്മുടെ. അപ്പൊ പക്ഷെ മോശനായിട്ടാ പോയത്. ചേട്ടാ പൈസ ആയിട്ട് വരാ ചേട്ടാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോകും. അത് മോശനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ബുദ്ധിപൂർവ്വം. അതെ. മൂന്നാമത്തത് ഉപകാരം. സിജു ഷർഫ് രണ്ടുപേരും ഉണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഈ പറയണ ഫ്രണ്ട്സ് കാര്യങ്ങളില്ലാണ്ട് എന്റെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോലും. ഇപ്പൊ ശ്രീകാന്ത്, ഷറഫ്, സിജു ഇവര് 3 പേരാണ് ഏകദേശം നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ ഒരു ക്യാരക്ടറാണ് എന്റെ. എനിക്ക് ആരെങ്കിലും ഒരു കൂട്ടില്ലാണ്ടൊന്നും ഒരു സ്ഥലത്ത് നടക്കില്ല. ഉപകാരം ലാലങ്ങളിൽ ഓർമ്മ വരുന്നു. കാര്യം പുറത്തേക്ക് വിടാനുള്ള പരിപാടികളാണ് വീട്ടിൽ നിൽക്കണേ. അബ്രോഡ് പഠിക്കാനായിരുന്നു ഇവിടെ. IELTS ഒക്കെ എഴുതി എന്നെ പുറത്തേക്ക് വിടാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കണം. അപ്പോൾ വീട്ടിലൊന്ന് കൺവിൻസ് ചെയ്യണം എന്നെ. ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു 1.5 കൊല്ലം ഒന്ന് ബ്രേക്ക് എടുക്കാം. വീട്ടിൽ ഞാനും സംസാരിച്ചിട്ട് പ്രോപ്പറായിട്ട്
നടക്കണില്ല. അപ്പോൾ ലാലങ്ങളടുത്ത് പോയിന്ന് ലാലങ്ങൾ എങ്ങനെയാണ് പരിപാടി? അപ്പോൾ ലാലങ്ങൾ പറഞ്ഞു ഞാൻ വീട്ടിൽ സംസാരിക്കാം. ലാലങ്ങളെന്ന് എന്റെ വീട്ടിൽ സംസാരിച്ചു. അന്നത്തെ ആ ഒരു ഫോൺ കോളിൽ എന്റെ വീട്ടിൽ ഇപ്പോൾ ഒരു കൊല്ലം എനിക്ക് തരാം എന്ന് പറഞ്ഞ് ലാലങ്ങൾ തന്നു. അതാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഉപകാരം. കാര്യം അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒന്ന് ഇവിടെ ഇരിക്കാനും പറ്റില്ലായിരുന്നു. ഞാൻ എവിടെയെങ്കിലും പോയി പഠിക്കാൻ വേണ്ടി പോയി പിച്ചയൊക്കെ കഷ്ടപ്പെട്ട് ബർഗറൊക്കെ ഉണ്ടാക്കി ജീവിക്കേണ്ട ഒന്നാണ്, പണിയെടുത്ത് ജീവിക്കേണ്ട ഒന്നാണ്. ശരി, നാലാമത് മണ്ടത്തരം ബാലു തന്നെ. നമുക്ക് എല്ലാവരും കൂടി പറ്റിയൊരു മണ്ടത്തരമാണ്. ദോഹയിലെ ഷൂട്ടിന് ചെന്നേക്കുവാണ്. പടത്തിനെ വെച്ചിട്ട് പറഞ്ഞ ഒരു മണ്ടത്തരം. നീ ഉണ്ടാക്കാതില്ലേ? നമ്മളെല്ലാരും മണ്ടന്മാരാവ് ഞെട്ടിപ്പോയ ഒരു അവസ്ഥയാണ്. നമ്മളിവിടെ ഷൂട്ട് കിടക്കണു, മജ്ലിസിലാണ് ഷൂട്ട് കിടക്കുന്നത്. ഈ അറബികളെ കൂടുന്ന ഒരു സ്ഥലം. ബെലി ഡാൻസ് ഒക്കെ കിടക്കണു. പിച്ചന്റെ വായിൽ ഒരു പെണ്ണ് സ്ട്രോബെറി വെച്ച് കൊടുക്കുന്നു. ക്ലൈമാക്സ് പടത്തിന്റെ ഷൂട്ട് കിടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് 2 വലിയ വണ്ടികൾ ഭയങ്കര സ്പീഡിലേക്ക് വന്ന് നമ്മുടെ ഈ മജ്ലിസിന് മുമ്പിൽ കൊണ്ട് നിന്നു. 2-3 അറബികൾ ഇറങ്ങി വന്നു. ഒരു അറബി മുമ്പിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ പ്രശ്നം നടക്കണം. നമുക്ക് എന്താ മനസ്സിലാവും? ഇയാളെ ഒച്ചപ്പാടും ബോളം നടക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇവര് കിടന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, എന്താണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളവിടെ കിടന്ന് ഒച്ചെടുക്കുന്നുണ്ട്. അയാള് പക്ഷെ ഭയങ്കരമായിട്ട് കയറി കൂടുതൽ റേസ് ആയി. നമ്മളെ ഓർഗനൈസ് ചെയ്യാനുള്ള ഇവിടുത്തെ ഒരു പയ്യനുണ്ടായിരുന്നു. ഇവൻ ചെന്ന് സംസാരിച്ചു. ഇവന്റെ മുഖത്ത് അവന്റെ ഒറ്റടി അടിച്ചു. നമ്മൾക്ക് മെയിനെ പറ്റിയ മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് പെണ്ണുങ്ങൾ കയറാറില്ല. ഇതൊരു പള്ളിയുടെ തൊട്ട് മുട്ടി നിൽക്കുന്ന ഒരു മജ്ലിസാണ്. ഇവിടെ പെണ്ണുങ്ങളെ കയറ്റാൻ പാടില്ല. പെണ്ണുങ്ങൾ ഇതുവരെ മജ്ലിസിൽ കയറിയിട്ടില്ല. ആണുങ്ങൾ മാത്രം കയറുന്ന ഒരു മജ്ലിസാണ്. അവിടെയാണ് ബെല്ലി ഡാൻസേഴ്സിനെ ബെല്ലി ഡാൻസ് കളിച്ച് ബീച്ചന്റെ വായിൽ മറ്റേ സ്ട്രോബെറി ഒക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കണു. ഇതിന്റെ കൂടുതൽ ബീച്ചേട്ടൻ മറ്റേ ഷെയ്ക്കിന്റെ ഉടുപ്പിട്ട് അവിടെ സൈഡിൽ നിൽക്കണു. ഈ അറബികളൊന്ന് വാൻ പ്രശ്നമുണ്ടാക്കി അവിടെ നമ്മളെ ക്യാമറയുടെ സാധനങ്ങളൊക്കെ പൊളിച്ചെടുക്കണം. നമ്മൾ ഒന്നും അറിയാൻ പോലെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിരിക്കണം. ഞങ്ങൾ എങ്ങനെയൊക്കെയോ അതിന്റെ ഇടയിൽ നിന്ന് സ്കൂട്ടായി പോകുന്നതാണ്. ദോഹ ഷൂട്ട് ഭയങ്കര രസകരമായത് ഓർക്കുമ്പോൾ ജയിലാണ് ഓർമ്മ വരുന്നത്. 10 ദിവസം 10 സിറ്റുവേഷൻ ഉണ്ടാക്കി ജയിലിൽ കയറാൻ ഏകദേശമൊക്കെ ദോഹ കുട്ടിച്ചോറാക്കിയിട്ടുണ്ട്. വേലൊരു മലയാള സിനിമ അവിടെ എടുക്കൂല. ശരി, അപ്പൊ ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും ഇനി അങ്ങോട്ടുള്ള എല്ലാ മൂവീസിനും. താങ്ക് യു വെരി മച്ച്. മരുഭൂമിയിലെ ആന ഒരു 100 ദിവസം ഓടട്ടെ. 100-ാം ദിവസത്തെ ഷീൽഡൊക്കെ കിട്ടിയിട്ടുണ്ടോ? അങ്ങനത്തെ ഷീൽഡ് പ്രേമത്തിന്റെ ഷീൽഡൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? പ്രേമത്തിന് അങ്ങനെ ഇതുവരെ മീൻസ് ആഘോഷം ഇതുവരെ ചെയ്തിട്ടില്ല നമ്മള്. അത് ശരിയാ, തിയേറ്ററിൽ ഇതുവരെ പിൻവലിച്ചിട്ടില്ലല്ലോ. ചെന്നൈയിൽ എത്രയായി? ഇപ്പോഴും ഇല്ലേ പ്രേമം? ചെന്നൈയിൽ പോയി കണ്ടിട്ടുണ്ടോ തിയേറ്ററിൽ? ഇല്ല, അന്ന് എനിക്ക് പോകാൻ പറ്റില്ല. നിവിനൊക്കെ പോയിണ്ടായിരുന്നു. ഇപ്പൊ നിവിൻ മലയാളത്തിലൊക്കെ വെന്നിക്കൂടി പാറിച്ച് അവസാനം തമിഴിലേക്കൊക്കെ ചേക്കേറിയല്ലോ. അതുപോലെ തമിഴ് സിനിമ ഇഷ്ടമാണോ? മലയാളത്തിലെ നിവിന്റെ കൂട്ടുകാരൻ തന്നെ ആയിരിക്കില്ലേ തമിഴിലും? അങ്ങനെയാണല്ലോ വേണ്ടേ? അതിന്റെ ഒരു കീഴ്വഴക്കം അങ്ങനെയാണല്ലോ. തമിഴിൽ ഓഫറൊക്കെ വന്നിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല. ബാലുവിന് വന്നിട്ടുണ്ടോ? ഇല്ല. വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിന്ന്? ഇല്ല, തമിഴിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും നല്ല പരിപാടികളായിരുന്നില്ല. പക്ഷെ ഇവിടെ ഹീറോസ് ശരിക്കും കൂട്ടുകാരന്മാരെ കൂടി കൊണ്ടുപോകണം എന്നുള്ള ഒരു നിയമം വരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഒരാൾ മാത്രം പോയിട്ട് അവിടെ ഷൈൻ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനിയുള്ള ഇതുപോലത്തെ എല്ലാ ഇൻഡസ്ട്രിയിലും ഷൈൻ ചെയ്യാം. ബോളിവുഡും ഇതിനെ കുറയ്ക്കണേ, എല്ലാത്തിലും ഹോളിവുഡും പറയൂ. അതെ, രണ്ടിനും ഞാൻ മൈക്ക് ഓഫ് ചെയ്യാം. പിന്നെ സ്ഥലം വിട്ടോ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു.